മലയാള സിനിമ ഇങ്ങനെ വയലൻസ് ഉള്ള പടം ഇനി കാണത്തില്ല, ഇനി ഇറങ്ങത്തില്ല ഇങ്ങനെ പടം. സെക്കൻഡ് ഹാഫ് എന്റെ പൊണ്ണെണ്ണ മേവിലും അന്യ വയലൻസ് സീനുണ്ട്, അടിപൊളി സീനാ പടങ്ങള്. എങ്ങനെ കേജ് പോയി താന്നൊന്നുമില്ല, മാർക്ക മേളില്ല. ഇനി സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ മെയിൻ ഗൈസ് കാണുന്ന പ്രേക്ഷകനാണ്. ഇതിന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ മേ ബി ചിലപ്പം എനിക്ക് ഉറപ്പില്ല കട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഈ പടത്തിന് ഗെയിംസ് കൊണ്ടുവന്ന് കേസ് കൊടുക്കാനോ അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മൂവിയായിരുന്നു മാർക്കോ എന്ന് പറയുന്ന മൂവി. എന്തായാലും തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്, ഞാൻ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആദ്യമേ പറയാം, ഒരു രക്ഷയില്ലാത്തൊരു പടം. എന്താ പറയണ്ട, പക്ക വയലൻസ് മൂവി. ഇതിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ തൊട്ടിക്കളയണം, അതൊന്നും നോക്കിയിട്ട് പോകരുത്. പ്രത്യേകിച്ച് കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ക്ലീശ സ്റ്റോറീസ് തന്നെ, അല്ല കഥയ്ക്കൊന്നും വലിയ പ്രത്യേകതയില്ല. പക്ഷേ വയലൻസ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ഈ അടുത്ത് കില്ലെന്ന് പറയുന്നൊരു മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഹിന്ദി മൂവി ആയിരുന്നു. അതിനകത്തും അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്. പക്ഷേ ഒന്നും അല്ലടേ ഈ സാധനം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, എനിക്ക് അതിൻ്റെ സ്പോയിലർ എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഞാൻ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഭാഗത്ത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ കിട്ടും. അമ്മാതിരി രീതിയിലുള്ള സാധനമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഷമ്മി തിലകൻ്റെ മോൻ അഭിമന്യൂസ് തിലകൻ, പിന്നെ ഉണ്ണിമോന്തനായാലും ഉണ്ണിമോന്തൻ്റെ ബോഡിയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അന്യ ഫിസിക്ക് തന്നെയാണ്. പിന്നെ ജഗദീഷിന് പറയാതിരിക്കാൻ ജഗദീഷൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് അഭിനയിച്ചു. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലൊക്കെ നമ്മുടെ സിദ്ദിഖിൻ്റെ ഒക്കെ ഒരു സീനുണ്ട്, അന്യായം ഒന്നും പറയാനില്ല, ഗംഭീരം. ശരിക്കും ഇത്തരം പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള മൂവീസൊക്കെ എടുക്കാനായിട്ട് ആരായാലും ഒന്ന് മടിക്കും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത്, കൊച്ചു പിള്ളേരെയോ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയോ ഒന്നും ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ പരിസരത്ത് പോലും കൊണ്ടുവരുത്. അമ്മാതിരി വയലൻസ് ആണ്. പിന്നെ അവസാനം നമ്മളാരും ഇത് പറഞ്ഞില്ല എന്ന് വേണ്ട, കാര്യം ഇത് പറയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ മൂവിയുടെ നെഗറ്റീവ് പറയുന്നു. അങ്ങനല്ല, ഇതിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പേരിൽ വേറൊരു കാര്യമുണ്ട്, ഇത് മേ ബി ഇനി കോടതിയിൽ കേസാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാനോ അങ്ങനെയുള്ളൊക്കെ എന്തെങ്കിലുമൊക്കെയുള്ള സീൻസ് വരും. കാര്യം പിള്ളേർക്ക് നേരെയുള്ള വയലൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു സാധനം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ മേ ബി നടത്തും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, കേരളത്തിൽ ഇത്ര ഒരു പടങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് കോടതിയിൽ പോകും, കേസായിട്ട് പോകും. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു കാര്യത്തിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറയുന്നതാണ്, മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണാനായിട്ട് ശ്രമിക്കുക. വയലൻസ് ഇഷ്ടപ്പെടാത്തവരൊന്നും പോകരുത്. പിന്നെ അത് കണ്ടിട്ട് ഇതെന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതിനകത്ത് മൊത്തം ചോരയും അതും ഇതേ ഉള്ളതെന്നൊക്കെ വന്നിരുന്ന് ഡയലോഗ് ചെയ്യാൻ നിൽക്കരുത്. നല്ല കിടല ഒരു മൂവി, നമുക്ക് ജസ്റ്റ് പോയി ആ ഒരു സെൻസിൽ നമ്മൾ കണ്ടിട്ട് കളയുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ മൂവിയുടെ റിവ്യൂസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഈ മൂവി കൊള്ളത്തില്ലെന്നും ഈ മൂവി കാണരുത് അങ്ങനൊന്നും ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല കേട്ടോ. സാധാരണ ഇത്തരം വയലൻസ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്ന നെഗറ്റീവാണ് പറയണത്. പക്ഷെ എന്തായാലും ഇവിടെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. മലയാള സിനിമ ഇങ്ങനെ വയലൻസ് ഉള്ള പടം ഇനി കാണത്തില്ല, ഇനി ഇറങ്ങത്തില്ല ഇങ്ങനെ പടം. സെക്കൻഡ് ഹാഫ് എന്റെ പൊണ്ണെണ്ണ മേവിലും അന്യ വയലൻസ് സീനുണ്ട്, അടിപൊളി സീനാ പടങ്ങള്. എങ്ങനെ കേജ് പോയി താന്നൊന്നുമില്ല, മാർക്ക മേളില്ല. ഇനി മലയാള 5 മാർക്ക്. ഇനി ഒരു ആക്ഷൻ പടം വന്നാൽ മാർക്ക് മുന്നിലും പിന്നും അറിയപ്പെടും. അവസാനത്തെ ഒരു ഫൈറ്റ് സീൻ കണ്ടിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ കഥയായിട്ടൊന്നുമില്ല. ഇത്രയും പ്രതീക്ഷയില്ലെന്നാണോ അതോ ഇതിൽ കൂടുതൽ പ്രതീക്ഷയോ? ഇതിൽ കൂടുതൽ പ്രതീക്ഷ. എന്നാലും മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണാത്ത വയലൻസ് അല്ലായിരുന്നു. ഇല്ല, മുമ്പ് വന്ന പ്ലെയിൻ ആയിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഹൈ മൂവ്മെന്റ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, വയലൻസിന് ഒരു രക്ഷയില്ല. വയലൻസ് ഒന്ന് കാണാം, 18 വയസ്സിന് താഴെയുള്ളവരൊന്നും വരില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാലും ഒരു ക്ലൈമാക്സ് ഒക്കെ ഒരു ആവറേജ് നോർമൽ കഥ, ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല, കഥയിലൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. മ്യൂസിക് കുറച്ചുകൂടെ വർക്ക് ചെയ്യായിരുന്നു. വയലൻസിന് വേണ്ടി മാത്രം കാണാനാണ്. വയലൻസ് മാത്രമേ ഉള്ളൂ. പ്രതീക്ഷയില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ റിവ്യൂ പോണത്. കറക്റ്റാണ്, വയലൻസിന് വേണ്ടി മാത്രമുള്ള ഒരു പടമാണ്, അല്ലാതെ വേറെ വലിയ കഥയോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നോർമലായിട്ട് വരുന്ന ഒരു സ്റ്റോറി. സാധാരണ മിക്ക മൂവീസിനകത്തും കണ്ടിട്ടുണ്ട്, നമ്മൾ റിവെഞ്ച് തീർക്കുക, അതായത് നമ്മൾ പ്രതികാരം തീർക്കാനായിട്ട് വരുന്നു. നമ്മുടെ അത്രയൊക്കെയുള്ളൊരു, ഞാൻ അതിന്റെ സ്പോയിലേഴ്സ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ബേസ് ചെയ്തുള്ള ഒരു പടമാണിത്. ഇതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഏരിയയിലൊക്കെ ചെന്ന് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതായത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിലുള്ള ഫൈറ്റും കാര്യങ്ങളും അതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരിക്കലും നമുക്ക് ലോജിക്ക് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്തൻ ഒരു 5-6 വർഷമായെന്ന് തോന്നുന്നു ഈ ഇതുപോലൊരു ആക്ഷൻ മൂവി എടുത്തിട്ട്. അത് മാത്രമല്ല, മലയാളത്തിൽ ഇത്തരം ആക്ഷൻ മൂവീസ് വന്നിട്ടില്ല. വന്നാൽ തന്നെ അത് അത്രയ്ക്ക് ആൾക്കാർ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, പല ഭാഷകളിലും ഇതുപോലുള്ള വയലൻസ് മൂവി ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും പോയിരുന്ന പടം കാണും. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെ എന്തുമാത്രം കളക്ഷൻ റെക്കോർഡ് നേടുന്നതെന്ന് നമുക്കറിയാം. മലയാളത്തിലും ഇങ്ങനെയുള്ള പടങ്ങൾ വരണമെന്ന് നമ്മളെല്ലാവരും പേഴ്സണലി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ സാധനം എന്തായാലും ഇതിനകത്തുനിന്ന് കിട്ടും. KGF എന്നൊക്കെ പറയുന്ന ഒരു മൂവിക്ക് തന്നെ കേരളത്തിൽ നിന്ന് എന്തുമാത്രം സപ്പോർട്ടാണ് കിട്ടിയത്, നിങ്ങളെ കണ്ടതല്ലേ.
അതേപോലെ മലയാളത്തിലും ഇത്തരം സാധനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. ശരിക്കും നല്ല പ്രൊഡ്യൂസേഴ്സ് ഇതുപോലെ വരണം. നല്ല പ്രൊഡ്യൂസേഴ്സൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള മൂവീസൊക്കെ നിങ്ങൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും കേട്ടോ. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഉണ്ണിമോന്തൻ സംസാരിക്കുന്നുണ്ട്. ഉണ്ണിമോന്തൻ്റെ ഇവരുടെ തിയേറ്ററിൽ നിന്ന് പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഉണ്ണിമോന്തനും അവരുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഉണ്ട്. നമുക്ക് ഒന്ന് കണ്ടുപോകാം. ഷെറീഫ് മുഹമ്മദ് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇതൊരു ഗംഭീര വിജയമായിട്ട് ഉണ്ണിബ്രോയുടെ ഗംഭീര സ്റ്റാർഡം. ഐ എം സോ ഹാപ്പി. ഇത് ക്യൂബ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാവരും ഇത് പറഞ്ഞ പോലെ ഒരു വലിയൊരു ബെഞ്ച് മാർക്കായിട്ട് എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതന്നെ വലിയൊരു സന്തോഷമാണ്. ഇല്ലാതെയാണ് ഈ സിനിമ ഇറങ്ങിയത്. ടീച്ചറുടെ കോൺഫിഡൻസ് തന്നെയായിരുന്നു അത്, ഉണ്ണിയുടെ തന്നെയായിരുന്നു അത്, ട്രെയിലർ പോലെ ഇല്ലാണ്ട് സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത്? ആക്ച്വലി ഒരു കളക്റ്റീവ് തീരുമാനം തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ ഈ സിനിമ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി. എന്നുവെച്ചാൽ അനീഫിനും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ബിക്കോസ് ആക്ഷൻ സിനിമയാണ്, ഒരു എക്സൈറ്റ്മെൻറ്റ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ബേസിസ് ആണ് പ്രൊമോഷൻ ഓഡിയൻസ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒരു പാട്ട് വരുമ്പോൾ അപ്പോൾ ഇത്തരം പാട്ടുകൾ ഇഷ്ടമാണല്ലോ, രണ്ടാമത്തെ പാട്ട്, മൂന്നാമത്തെ പാട്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഭയങ്കര ഇൻഫോർമേറ്റീവ് രീതിയിലാണ് നമ്മൾ പ്രൊമോഷൻ സംസാരിച്ചത്. ഇപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ദാറ്റ് ഈസ് ബേബി ജീൻ്റെ പാട്ട് ഇറങ്ങിയപ്പോൾ 1.25 വന്ന പാട്ട് ഗംഭീരമായിരിക്കും, പബ്ലിക് റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് അത് ചെയ്ത് കൊടുക്കുക ചെയ്യണം. സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ ദ മെയിൻ ഗൈസ് സിനിമ കാണുന്ന പ്രേക്ഷകനാണ്. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാറില്ല. ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് എത്തിയത് എന്തുകൊണ്ട്, ഞാൻ എങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അടിച്ച് പൊളിച്ച് പുറത്ത് വരണം. എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ. ഈ മൂവിയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രൊമോഷനും കാര്യങ്ങളുമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഈ പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെയാണ് ഈ മൂവിക്കകത്ത് കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളും. നിങ്ങൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇതിൻ്റെ പാട്ടുകൾ എടുത്ത് നോക്കണം. ഇപ്പോൾ ഡബ്സിങ് കൊണ്ട് പാടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു അതിനകത്തൊന്നും കേൾക്കുന്നില്ല, വെറുതെ അലർച്ച മാത്രമേ ഉള്ളെന്ന്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സന്തോഷ് വെങ്കിയെ കൊണ്ടുവരുന്നു. അതിനുശേഷം പിന്നെ ഈ ബേബി ജീൻ്റെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മാർപ്പാപ്പ എന്ന് പറയുന്നത്, ആ പാട്ടിറങ്ങിയ സമയത്ത് എല്ലാവരും ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞ് ഇത്തിരി കൂടെ അടിപൊളിയാവും എന്ന് പറയുന്നു. സ്പോട്ടിൽ തന്നെ അവരത് ചേഞ്ച് ചെയ്യുന്നു. ആ രീതിയിലുള്ള അന്യ പ്രൊമോഷൻസാണ് ഈ ഒരു മൂവിക്കകത്ത് നടന്നത്. അതായത് അതായത് നമ്മുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള പ്രൊമോഷൻസ്, അല്ലാതെ സകലമാന മീഡിയക്കാരെയും വിളിക്കുക, അവിടെ ചെന്ന് ഇൻ്റർവ്യൂ കൊടുക്കുക, ഇവിടെ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുക, അങ്ങനെയുള്ളൊരു പരിപാടിയല്ല. മനസ്സിലായില്ലേ? എന്തായാലും ട്രെയിലർ പോലും ഇറക്കാതെ ഒരു പടം ഇത്രയും രീതിയിൽ ഇറക്കിയിട്ട് വിജയിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. എന്തായാലും ഈ ഒരു പടത്തെ പറ്റിയിട്ട് എനിക്ക് വേറൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് കഴിവതും നിങ്ങൾ പോയിട്ട് ഈ മൂവി കാണുക. ഇതിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ചിലപ്പം എനിക്ക് ഉറപ്പില്ല, കട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഈ പടത്തിന് ഗെയിംസ് കൊണ്ടുവന്ന് കേസ് കൊടുക്കാനോ ഇത്തരം വയലൻസ് മൂവീസ് നമ്മളെ നാട്ടിലുള്ളവർ കാണരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നടക്കുന്നതിന് മുന്നേ കഴിവതും പോയി തിയേറ്ററിൽ പോയിട്ട് മൂവി കാണാനായിട്ട് നോക്കുക. നല്ല മൂവിയാണ്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പക്ക വയലൻസ് മൂവി. കുട്ടികളെയും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെയും ഒന്നും ദൈവത്തെ ഓർത്ത് മൂവി കാണിക്കാൻ കൊണ്ടുപോകരുത്. അത് മാത്രമല്ല കുട്ടികൾക്ക് കയറാനും പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് ഞാൻ പറയാം. ഈ നമ്മൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിള്ളേർക്ക് എടുക്കാൻ പറ്റത്തില്ല. 18 വയസ്സിൽ താഴെയുള്ള ഒരു മനുഷ്യർക്ക് പടം കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി പടം കാണിക്കുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.